ഷിരൂരിൽ ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം അർജുൻ്റേത് തന്നെ എന്നുറപ്പിക്കാൻ DNA പരിശോധന നടത്തുമെന്നും ഉടൻ ഇതിനായി മൃതദേഹ ഭാഗം ലാബിലേക്ക് അയക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മംഗളൂരുവിൽ വെച്ചാണ് DNA പരിശോധന നടത്തുക. ഇതിനായി മൃതദേഹം മംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോകും. പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്നും MLA വ്യക്തമാക്കി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 2 പേർക്കായുള്ള തിരച്ചിലും തുടരും. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായിട്ടാണ് നാളെയും തിരച്ചിൽ തുടരുക. ദൗത്യത്തിന് ഒപ്പം നിന്ന് മാധ്യമങ്ങൾക്ക് MLA സതീഷ് കൃഷ്ണ സെയിൽ നന്ദി പറഞ്ഞു. നിങ്ങൾ ഉള്ളതിനാലാണ് ഇത്തരത്തിൽ ശ്രമകരമായ തിരച്ചിൽ ഉണ്ടായത്. നിങ്ങളുടെ നിരന്തര പ്രേരണയാണ് ഈ കണ്ടെത്തലിലേക്ക് നയിച്ചത് എന്നും MLA വ്യക്തമാക്കി. നേരത്തെ ചിലർ കരയിലാണ് മൃതദേഹമെന്ന് പറഞ്ഞിരുന്നു. അതിനാൽ മണ്ണിടിഞ്ഞു വീണ കരയിൽ പരിശോധിച്ചു. അന്നും നദിയിലാണ് മൃതദേഹം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന കാര്യവും MLA കൂട്ടിച്ചേർത്തു. ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഒടുക്കം വരെ പ്രദേശത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. അദ്ദേഹം സർക്കാരുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. കേരള സർക്കാരുമായും കേരളത്തിലെ ജനപ്രതിനിധികളുമായും കേരളത്തിലെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രി സംഘങ്ങളുമായും കാർവാർ MLA തിരച്ചിലുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് തിരച്ചിൽ നടത്തി മൃതദേഹാവശിഷ്ടമോ അല്ലെങ്കിൽ ലോറിയുടെ അവശിഷ്ടമോ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന തരത്തിൽ നേരത്തെ തന്നെ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത്. മാത്രമല്ല, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവുമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുമൊക്കെ തന്നെ മുൻപന്തിയിൽ നിന്ന വ്യക്തി കൂടിയാണ് സതീഷ് കൃഷ്ണ സെയിൽ എന്ന ജനപ്രതിനിധി. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വളരെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു, വളരെ പോസിറ്റീവായി പ്രവർത്തിച്ചു. അർജുൻ്റെ കുടുംബത്തെ അദ്ദേഹം കണ്ടു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. സിദ്ധരാമയ്യയുമായി കാര്യങ്ങൾ ചർച്ചകൾ നടത്തി. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിന് സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കാനും MLA ശ്രമിച്ചു. വിവിധ വിഷയങ്ങളിൽ അർജുനെ കാണാതായ അന്നു മുതൽ തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച വ്യക്തി കൂടിയാണ് സതീഷ് കൃഷ്ണ സെയിൽ എന്ന ജനപ്രതിനിധി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഒരു അപകടം ഇത്തരത്തിൽ നടക്കുമ്പോൾ അത് ആരാണ്, എവിടുന്നാണ്, എന്താണ് എന്ന് പോലും നോക്കാതെ, കാലാവസ്ഥ പോലും കണക്കാക്കാതെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും തിരച്ചിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഈശ്വർ മൽപേ സംഘത്തെ വിളിച്ചു വരുത്തുന്നതിനും അവരെ ഈ തിരച്ചിലിൽ പങ്കാളികളാക്കുന്നതിനും ഒക്കെ തന്നെ സതീഷ് കൃഷ്ണ സെയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും കേരളവും അർജുൻ്റെ കുടുംബവും ഒക്കെ തന്നെ സതീഷ് കൃഷ്ണ സെയിൽ എന്ന MLAയോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി തന്നെ നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു പ്രദേശ ജനപ്രതിനിധി ഈ തരത്തിൽ വേണം തൻ്റെ പ്രദേശത്തൊരു അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഏകോപിപ്പിക്കാനും അത് രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ തിരച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുമൊക്കെ എങ്ങനെ ശ്രമിച്ചു എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് സതീഷ് കൃഷ്ണ സെയിൽ എന്ന MLAയുടെ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. മാധ്യമങ്ങൾക്കടക്കം അദ്ദേഹം നന്ദി പറഞ്ഞു. മാധ്യമങ്ങളുടെ ഇടപെടൽ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടപെടൽ, ഭരണകൂടത്തിൻ്റെ ഇടപെടലൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സതീഷ് കൃഷ്ണ സെയിൽ ഇപ്പോൾ പറയുന്നത് ഈ മൃതദേഹം വിശദമായ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. മാത്രമല്ല, കാണാനുള്ള 2 പേരെ കൂടി ഇനി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരും. ഷിരൂർ പ്രദേശത്ത് തന്നെ തിരച്ചിൽ തുടരും എന്നുള്ള ഒരു അറിയിപ്പാണ് പ്രദേശവാസിയായ MLA സതീഷ് കൃഷ്ണ സെയിൽ നൽകുന്നത്.